ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡോക്ടർ ദിവ്യ നായർ പറഞ്ഞു തന്ന ഒരു ഫേസ് ക്രീമാണ് കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ക്രീമാണ്. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് ഇത് സഹായിക്കും കേട്ടോ. ഇത് ഡോക്ടറിൻ്റെ ചാനലിൽ പറഞ്ഞ ഒരു വീഡിയോ ആണ്. ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വലിയ വില കൊടുത്തിട്ട് നമ്മൾ ഫേസിൽ ക്രീം വാങ്ങിയിട്ട് അതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് എല്ലാം ഉണ്ടാകുന്നതിനേക്കാളും നല്ലതാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കിയതിന്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. എല്ലാവരുടെ വീട്ടിൽ അടുക്കളയിൽ സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്തരം ബ്യൂട്ടി ടിപ്സ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സ്കിൻ കെയർ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി ഇല്ലാത്ത വീടുകളൊന്നും വളരെ കുറവായിരിക്കും. അപ്പോൾ 1 ടീസ്പൂണ് കാപ്പിപ്പൊടി എടുക്കുക. കാപ്പിപ്പൊടി ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം, ഇളം ചൂടുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് ബ്രൂ കോഫി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ബാക്കി ഏത് കോഫി ആണെങ്കിലും സാരമില്ല. അതിനുശേഷം ഇതൊരു അരിപ്പയിൽ കൂടെ ഒന്നൊന്ന് അരച്ചെടുക്കുക. ജസ്റ്റ് വെറുതെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കോൺഫ്ലോർ ആണ്. അപ്പോൾ കോൺഫ്ലോർ എന്തെന്നാന്ന് എല്ലാവരും വിചാരിക്കും, അടുക്കളയിൽ ഇത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷേ ഈ കോൺഫ്ലോർ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഷോപ്പുകളിൽ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ചോളത്തിൻ്റെ പൗഡറാണിത്. ഇത് സ്കിൻ വൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനെല്ലാം ഒരുപാട് സഹായിക്കുന്ന ഒരു പൗഡറാണ്. ജപ്പാനീസ് സ്കിൻ വൈറ്റനിങ് ക്രീമെല്ലാം ഉണ്ടാക്കുന്ന നേരം മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഈ കോൺഫ്ലോറാണ് കേട്ടോ. ചോളത്തിൻ്റെ പൊടി, അതാണ് സംഭവം. നമ്മൾ ഈ ചിക്കനെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഇത് അരിപ്പൊടി പോലെ തന്നെ മറ്റൊരു പൊടിയാണ് ഈ കോൺഫ്ലോറിൻ്റെ പൊടി, ചോളത്തിൻ്റെ പൊടി. അത് ഇനി നിങ്ങൾക്ക് ഷോപ്പുകളിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ചെറിയ പൈസക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് കോൺഫ്ലോർ. ഇത് നിങ്ങളുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് അതുപോലെ ഫുഡ് ഉണ്ടാക്കാനെല്ലാം യൂസ് ചെയ്യുന്ന പറ്റുന്നത് കൊണ്ട് തന്നെ വാങ്ങി വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ വെള്ളം പോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു പാത്രം ചെറിയ ഫ്ലെയിമിൽ അടുപ്പിൽ വെക്കുക. അതിനുശേഷം ഈ ഒരു മിശ്രിതം ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൽ ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്തതിൻ്റെ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ക്ലീനായിട്ട് കഴുകി തുടച്ചെടുത്ത പാത്രത്തിൽ വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, വളരെ ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ഒട്ടും തന്നെ കൈ വിടാണ്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഈ പരുവാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് കൂടുതൽ കട്ടിയായി പോകും. ഈ കോൺഫ്ലോർ ഇട്ടാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചൂട് തണിയുന്നതിന് ഇത് കട്ടി കൂടിപ്പോവും. അതുകൊണ്ട് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ സമയത്ത് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് തീ ആ ഒരു ചൂട് മാറിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങളുടെ ഒരു എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കുക. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെക്കുക. എന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ മുഖത്തേക്ക് ഇതുപോലെ ഡോട്ടായിട്ട് ആ ക്രീമൊന്ന് കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ദിവസവും രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ മുഖത്തൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം രാവിലെ മാത്രം കഴിക്കളഞ്ഞാൽ മതി. ഇത് ഫേസ് പാക്ക് ഇടുന്നത് പോലെ ബെഡിലെല്ലാം ആവുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. സാധാരണ നമ്മൾ ഈ ഫേസ് ക്രീം യൂസ് ചെയ്യില്ല. ഫേസ് ക്രീം സാധാരണ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുക, അതേ പ്രക്രിയയാണ് ഇതിനും ഉള്ളത്. ഇത് സാധാ ക്രീം യൂസ് ചെയ്യുന്നത് പോലെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ആദ്യം ഒരുപാടൊന്നും ഉണ്ടാക്കണ്ട, കുറച്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരു 5-6 ദിവസത്തിനേക്കായിട്ട് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.